ഇപ്പം നിങ്ങൾക്ക് തോന്നും ഈ ലൈറ്റിൻ്റെ അത് ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കാട്ടിത്തരാം. അതാ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ് ഈ മോയ്സ്ചറൈസർ കേട്ടോ. അക്വലജിക്ക നല്ല വാട്ടർ, ശരിക്കൊരു വെള്ളം എന്താ പറയുക പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ സ്കിന്നിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്നൊരു ടൈപ്പാണ്. ഇതും അതേപോലെ തന്നെയാണ്. പക്ഷെ എനിക്ക് അക്വലജിക്കയുടെ നല്ല മോയ്സ്ചറൈസർ ആണെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇട്ട് കഴിഞ്ഞാലേ ഒരു ഹൈഡ്രേഷൻ ഇത്തിരി കൂടി വേണം എന്നാഗ്രഹിക്കുന്നവർക്ക്. ഹലോ എല്ലാവർക്കും ഒരുപാട് നാളുകൾക്ക് ശേഷം എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ക്ഷമയ്ക്ക് മഴയോ അതെ, ഇന്ന് ഒരു ഡെയിലി വ്ളോഗാണോന്ന് ചോദിച്ചാൽ ഡെയിലി വ്ളോഗൊന്നല്ല. ഞാൻ കാലത്ത് എഴുന്നേറ്റ് എൻ്റെ സ്കിൻ കെയർ ഒന്നും കഴിഞ്ഞില്ല, പിന്നെ സ്കിൻ കെയർ വ്ളോഗാണ് കേട്ടോ. അപ്പം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു 25+ ആയി കഴിഞ്ഞാൽ എല്ലാ വീട്ടമ്മമാരും ചെയ്തിരിക്കേണ്ട കുറച്ച് ടിപ്സുകളാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സുഖമായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ കാലത്ത് എഴുന്നേറ്റ് ഒന്ന് പ്രഭാത കർമ്മങ്ങൾക്കൊക്കെ ചെയ്തതിന് ശേഷം എൻ്റെ വർക്കൗട്ട് കഴിഞ്ഞ് ഇതേ കണ്ട ഡയർത്തിങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചെയ്യാം. കുറച്ച് നേരമൊക്കെ ഒന്നൊരു റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ഡിറ്റോക്സിഫയിങ് വാട്ടർ കുടിക്കും. അപ്പോൾ അത് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ഇട്ടാലോ. അങ്ങനെ ഒരുപാട് പേർക്കൊന്നും അറിയില്ല. കുറേ പേർക്കൊക്കെ കല്യാണം കഴിഞ്ഞ കുട്ടികളായി, ഇനിയിപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒന്നും ആവശ്യമൊന്നുമില്ല എന്നൊക്കെ വെച്ചിട്ടിരിക്കണത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ ബോഡി നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ, അത് നമ്മൾ സ്ലിമ്മായിട്ടിരിക്കാൻ മാത്രമല്ല ഒരുപാട് അസുഖങ്ങൾ വരാണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ അതേ നമുക്ക് കാലുവേദന, കൈവേദന, അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഫാറ്റ് കൂടുമ്പോൾ കൊളസ്ട്രോൾ അങ്ങനത്തെ ഒന്നും ഇല്ലാതെ നമുക്ക് ബോഡി എപ്പോഴും ഫിറ്റ് ആയിട്ടിരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വർക്കൗട്ട് നിങ്ങൾ മസ്റ്റായിട്ടും 25+ ആയി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ വർക്കൗട്ട് ഒരു 10 മിനിറ്റെങ്കിലും നമ്മളത് ചെയ്തിരിക്കണം. ഇപ്പോൾ ഇൻസ്റ്റയിലും വാട്സപ്പിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഇങ്ങനെയൊക്കെ വരുന്ന ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെയൊക്കെ നോക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് ചെയ്താൽ മതി. അപ്പം ഇങ്ങനെ പാട്ട് വെച്ചിട്ട് ചെയ്യുമ്പോൾ കാര്യം നമ്മൾ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിലും ആ ഒരു എഫേർട്ട് കുറേ ഒന്നും നമ്മൾ അറിയില്ല കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ കുറച്ച് നാളുകളായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയാം. കാര്യം ചെയ്ത് തുടങ്ങുമ്പോൾ 1-2 ദിവസമൊക്കെ ഇത്തിരി വേദനയൊക്കെ ഉണ്ടാവും. വേദന ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല കേട്ടോ. അത് പിന്നെ കൂടുള്ളൂ. അപ്പോൾ വേദന ഉണ്ടെങ്കിലും പിറ്റേ ദിവസം ചെയ്യുക. അങ്ങനെ ചെയ്ത് മാറും. അപ്പോൾ നമ്മുടെ ബോഡിക്ക് അത് മനസ്സിലാവും. അപ്പോൾ അത് ബോഡിയിൽ അങ്ങ് പിടിക്കും എന്ന് പറയില്ലേ, അതേപോലെ. പിന്നെ ഒരു പ്രാവശ്യം എക്സസൈസ് ചെയ്ത് നമ്മുടെ പിടിച്ചിട്ടുള്ള ഒരു ബോഡിയാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് കുറച്ച് നാൾ നിർത്തിയെന്ന് വിചാരിക്കുക, എന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഇപ്പോൾ വയറൊക്കെ ചാടി നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തോന്നും പെട്ടെന്ന് വീണ്ടും എക്സസൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ പെട്ടെന്നൊരു എഫക്റ്റ് ആയവണ പോലെയൊക്കെ നമുക്ക് തോന്നും കേട്ടോ. ഞാൻ കുറേ നാൾ മുന്നേ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് നാൾ മടിയായിട്ട് നിർത്തി, പിന്നെ കുറച്ച് നാളായിട്ട് ഇപ്പോൾ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു 5 മിനിറ്റേ പറ്റുമായിരുന്നുള്ളൂ, അപ്പോഴേക്ക് ക്ഷീണവും. പിന്നെ 10 മിനിറ്റായി, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 10 മിനിറ്റാക്കി, അങ്ങനെ കൂട്ടി ഇപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ ചെയ്യാനായിട്ട് ദൈവം സഹായിച്ച് പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഇപ്പോൾ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും എക്സസൈസിൻ്റെ കേസിൽ നമ്മളൊരു മുടക്കം വിചാരിക്കല്ലേ. കാരണം ഒരു 30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മസിലുകളൊക്കെ ലോസ് ആവാനൊക്കെ ഇട്ട് തുടങ്ങും. അപ്പോൾ മസിൽ ബിൽഡപ്പ് ഈ ബോയ്സിനൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. മസിൽ ബിൽഡപ്പ് എക്സസൈസുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ജിമ്മിൽ പോയിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും വീഡിയോ കണ്ടിട്ടോ അങ്ങനത്തെ മസിൽ ബിൽഡപ്പുകൾ ചെയ്യണം. അല്ലെങ്കിൽ ഈ കൈവേദന, കാലുവേദന, മുട്ടുവേദന അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഭാവിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഒട്ടുപോയിട്ട്. അപ്പോൾ നമുക്ക് ഡിറ്റോക്സിഫയിങ് വാട്ടർ കുടിക്കാം. ഇതാണ് എൻ്റെ ഡിറ്റോക്സിഫയിങ് വാട്ടർ. അത് കാണില്ല, അത് കഴിഞ്ഞ് പൂവും കൊണ്ടു. ഞാൻ എക്സസൈസ് ചെയ്യുമ്പോൾ സാധനം മറ്റേ ഇൻഡക്ഷനിൽ വെച്ചിട്ടാണ് പോയത്. എന്നിട്ട് വരുമ്പോഴേക്ക് ഇത്തിരി ആയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കാര്യം മറന്നുപോയി. വേറെ ഒന്നുമില്ല, കുറച്ച് ഒരു ഇഞ്ചി വലിപ്പമുള്ളൊരു ഇഞ്ചി, അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക്, അയമോദകം ഇടും. അയമോദകം ഫാറ്റ് ബേണിങ്ങിനൊക്കെ ഭയങ്കര നല്ലതാണ്. ഇഞ്ചി നല്ലതാണ്. എന്നിട്ട് അത് നന്നായിട്ട് തിളച്ച് 2 ഗ്ലാസ് വെള്ളം ഒറ്റ ഗ്ലാസ്സായിട്ട് വറ്റിച്ചിട്ട് അതിലേക്ക് ഞാൻ ഈ ഹാഫ് ലെമൺ പിഴിയണം. എന്താ ഹാഫ് ലെമൺ പിഴിഞ്ഞു. അത് ചെറിയ ചൂടിൽ എണ്ണ കുടിക്കണേ. എന്നിട്ട് വേണ്ടതാണ് കുറച്ച് തേൻ. അത് വേണമെങ്കിൽ അപ്പം ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് തേൻ വേണ്ട. അപ്പം നമുക്ക്
ഈ ചെറുനാരങ്ങയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു പുളിപ്പുണ്ടാവുമല്ലോ, അതൊന്നും ഇല്ലാണ്ടിരിക്കാനാണ്. പിന്നെ വെറും വയറ്റിൽ തന്നെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് ഈ മെൻസസ് ആവാണ്ടിരിക്കില്ലേ, അപ്പം ഡേറ്റ് ഒക്കെ കഴിഞ്ഞിപ്പം എന്തെങ്കിലും ഹോർമോണൽ പ്രശ്നം കൊണ്ടോ അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം പീരീഡ്സ് ഇപ്പം നമ്മൾ ഡേറ്റ് തെറ്റി കുറച്ച് നാൾ വൈകിട്ടൊക്കെ വരില്ലേ, അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡ്രിങ്ക് നല്ലതാണ് കേട്ടോ. ഇഞ്ചിയും അയമോദകവും അങ്ങനെ പീരീഡ്സ് ഇങ്ങനെ വരാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇപ്പം പെൺകുട്ടികൾക്ക് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഡിറ്റോക്സിങ് 5 വാട്ടറും കൂടിയാണ്. അപ്പോൾ സൂപ്പറാണ് കേട്ടോ. പിന്നെ വലിയ സുഖമൊന്നുമില്ല, എന്നാലും കുടിക്കാൻ കുരുമുളക് ഉള്ള കാരണം ചെറിയൊരു എരിവും ഒക്കെ ഉണ്ടാവും. അപ്പം ഈ തൊണ്ടവേദന, ഒച്ചടപ്പ് അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലത്. എല്ലാത്തിനും ഒരു ഓൾ ഇൻ വൺ ഒരു ഡ്രിങ്കാണ് കേട്ടത്. പിന്നെ മൈഗ്രെയിൻ ഉണ്ടല്ലോ, മൈഗ്രെയിന് ഇഞ്ചിയുടെ കണ്ടന്റ് ഉള്ളത് വളരെ നല്ലതാണ്. അപ്പം അതിൻ്റെ തലവേദന അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഈ ഡ്രിങ്ക് നല്ലതാണ് കേട്ടോ. ഊട്ടി പോയി വന്നതിന് ശേഷം എല്ലാത്തിനും ഒരു സാമട്ടായിരുന്നു. വീടൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കാനൊക്കെ ആയിട്ട് ഭയങ്കര പാടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ വയ്യായി വന്നു, ക്ഷീണമായി, പിന്നെ ഭയങ്കര തൊണ്ടവേദന പരിപാടികളൊക്കെ ആയി. അപ്പം പിന്നെ വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇന്ന് തൊട്ടാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ വീഡിയോ കഴിഞ്ഞു. ഈ കാലത്ത് ഞാൻ ചോറ് കഴിക്കില്ല, വല്ല ഓട്സ് എങ്ങാനും കുറുക്കി കുടിക്കും. അപ്പം കാലത്ത് അങ്ങനെ ഉച്ചയ്ക്ക് മാത്രമാണ് കുറച്ച് ചോറുണ്ണുള്ളൂ കേട്ടോ. കാലത്ത് കുറച്ച് ഓട്സ് പിന്നെ ഒരു പുഴുങ്ങിയ മുട്ട കഴിക്കുന്നത് നല്ലതാണ്. ഈ നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഈ വൈറ്റമിൻ ഡി കിട്ടുന്ന ഒരേ ഒരു ഫുഡ് മുട്ടയാണ് കേട്ടോ, മുട്ടയുടെ മഞ്ഞ. അപ്പം അതുകൊണ്ട് ഇപ്പം കൊളസ്ട്രോളിൻ്റെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ ഒരു മുട്ട എന്തായാലും കഴിക്കുക. ദിവസം പെർ ഡേ 1 എഗ്ഗ് വളരെ നല്ലതാണ്. പിന്നെ പ്രോട്ടീൻ കണ്ടന്റ്, മുടി വളരാനും സ്കിന്നിനും ഒക്കെ നല്ലതാണ് നമ്മുടെ മുട്ട കേട്ടോ. ഇപ്പം ഹെയർ മാസ്കിലായാലും ഫേസ് മാസ്കിലായാലും ഈ മുട്ട അതിൻ്റെ വൈറ്റൊക്കെ വളരെ നല്ലതാണ്. ഒരു മുട്ട ഒരു ദിവസം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പം ഞാനൊരു മുട്ട പുഴുങ്ങിയത് ഓട്സാണ് കഴിക്കണത്. അപ്പം ഞാനതൊക്കെ കഴിച്ചൊന്ന് ഫ്രഷ് ആവട്ടെ. തലേദിവസം തന്നെ എല്ലാ പരിപാടികളൊക്കെ കഴിച്ചു വെച്ചിരിക്കുന്ന കാരണം പിന്നെ വേറെ പണികളൊന്നുമില്ല. അപ്പോൾ എന്നാൽ തന്നെ സ്കിൻ കെയർ, ബോഡി കെയർ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഞാൻ അതേ മുഖം ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയൊക്കെ മുഖം കഴുകുകയാണ്. അപ്പോൾ ഞാൻ ഒരു ഫേസ് മസാജ് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 30 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സ് തൊട്ടുള്ള എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ എന്തായാലും ഒരുവിധം പ്രായമാകുമ്പോൾ ചുളിവുകളൊക്കെ വരും. പക്ഷേ അത് ഇത്തിരി താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന മസാജുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ആകെ 3-4 സ്റ്റെപ്സ് ഉള്ളൂ. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അടിയിലുണ്ടാകുന്ന കറുപ്പ്, പിന്നെ ഐ ബാഗുകളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും വരാതിരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനിതിൽ പറയുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് വേണം. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും അത് സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ്. അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കാട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെ ഫേസ് മസാജുകൾ ചെയ്യേണ്ടത്. ഇന്ന് എനിക്ക് വേറെ പണികളൊന്നുമില്ല, കാരണം എല്ലാ പണികളും ഞാൻ ഇന്നലെ വൈകുന്നേരം തന്നെ തീർത്തു. ഒരു 25+ ആയി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് മുഖം കഴുകുമല്ലോ. അപ്പം എനിക്ക് ഡെയിലി വ്ളോഗ്സിൻ്റെ ഇടയിൽ ഇതൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പം കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് നമ്മളിങ്ങനെ വായ അനക്കാനൊന്നും പാടില്ല. അപ്പം ഞാൻ കാലത്ത് എനിക്ക് ഡെയിലി വ്ളോഗ്സ് ഒക്കെ എടുക്കണ സമയത്ത് ചെയ്യാൻ പറ്റാറില്ല. അപ്പം ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഒരു റൊട്ടീൻ പോലെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ടൈമിൽ കാട്ടി തരുന്നത് കേട്ടോ. അപ്പം കാലത്ത് നിങ്ങൾ എഴുന്നേറ്റ് വന്നു, നമ്മുടെ മറ്റേ മുഖം കഴുകി, അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇതിൽ തേനല്ല ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലാണ് ഞാൻ പഴയ ഒരു തേൻ്റെ കുപ്പിയിൽ ഒഴിച്ച് വെച്ചേക്കണമെന്ന് മാത്രം. അപ്പോൾ അത് ഇങ്ങനെ എടുക്കണം, കുറച്ചെടുത്താൽ മതി നമ്മുടെ ഫേസിലേക്ക് ആവശ്യമായിട്ടുള്ളത്. മതി ഇത്ര മതി. സോറി. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ റബ്ബ് ചെയ്യണേ, അല്ലെങ്കിൽ കുറച്ച് റബ്ബ് ചെയ്യാതെ അപ്പം തന്നെ നമ്മൾ മുഖത്ത്
ജസ്റ്റ് ആണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം മുഖത്ത്. 25+ ആയി കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഫ്ലാക്സിൻ്റെ ജെല്ല് മുഖത്ത് അപ്ലൈ ചെയ്ത് കുറച്ച് നേരം ഒന്ന് റബ്ബ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം ഒരു 25+ ആയി കഴിഞ്ഞാൽ നമുക്ക് റിങ്കിൾസ് വരാനും ഫൈൻ ലൈൻസ് വരാനും അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ്. ഏജിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് ഒരു സമയമാണ് 25 കഴിഞ്ഞ് 30 കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം. ഒരു 25 തൊട്ടേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എന്തായാലും വയസ്സാവും, എന്തായാലും ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ വരും. പക്ഷെ അതൊന്ന് കുറയ്ക്കാൻ, അതൊന്ന് താമസിപ്പിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ കുറേ നാളുകളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാ. അപ്പോൾ ഇതിൻ്റെ കൂടെ എനിക്കൊരു ഇത് ഒന്നൊരു ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ ഞാനിത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രൈ ചെയ്ത് ഒരാഴ്ച ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്കത് കാട്ടിത്തരാം കേട്ടോ. ഇത് തലയ്ക്കും നമ്മുടെ സ്കിന്നിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും, വളരെ നല്ലതാണ്. അപ്പം ഇത് യൂസ് ചെയ്തിട്ട് ഈ ഫ്ലാക്സീഡിൻ്റെ ജെല്ല് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫേഷ്യൽ മസാജ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ടർ ഐസ് ഇല്ലേ, അതിവിടെ വെറുതെ ഡാബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഡാബ് ചെയ്ത് ഇങ്ങനെ എന്തായാലും മസാജ് ചെയ്യണം. ആ സമയത്ത് ഇങ്ങനെയൊക്കെ ഡാബ് ചെയ്ത് കൊടുക്കുക. അണ്ടർ ഐൻ്റെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ ഈ എൻ്റെ ഡാർക്ക്നെസ്സും ഈ പഫിനെസ് ഇല്ലേ ഇതിൻ്റെ അവിടത്തൊക്കെ കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലത്. ഇങ്ങനെ പതുക്കെ, അതേപോലെ തന്നെ ഈ മുഖത്ത് ഫുള്ളും ഇങ്ങനെ നമ്മളിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അത് രക്തോട്ടം ഉണ്ടാവാനും അങ്ങനെ ഉണ്ടാവാൻ വളരെ നല്ലതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മൂക്കിൻ്റെ ഈ ഭാഗമില്ലേ, ഇവിടെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുക. റിലീസ് ചെയ്യുക. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം അങ്ങനെ ചെയ്യണേ. അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ചെവിയുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ചെവിയുടെ ഫ്രണ്ടിലോട്ടും ഈ ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും ഈ ബാക്കിലോട്ടും അതിങ്ങനെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഈ സ്കിന്നിങ്ങനെ ഡബിൾ ചിന്നിൻ്റെയും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ മാറാനും ഒക്കെ വളരെ നല്ലതാട്ടാ. നമ്മുടെ ഫേഷ്യൽ മസാജാണ്. ഈ മുഖത്ത് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ രക്തോട്ടം ഒരുപാടുണ്ടാവും. അപ്പോൾ ഒന്ന് ബ്രൈറ്റൻ ആവാനും ഒക്കെ വളരെ നല്ലതാണ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഈ ചെവി ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാട്ടി കൊടുക്കുക. നെക്സ്റ്റ് ഉള്ളത് നമ്മുടെ ഈ ഡബിൾ ചിന്ന് മാറാനായിട്ടുള്ള കുറച്ച് എക്സസൈസുകൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് ആദ്യം സ്മൈൽ ആൻഡ് കിസ് പോസ് ഉണ്ട്. അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ ഇവിടെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യണേ. ഇവിടെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങനെ സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. നമ്മുടെ ഇവിടുത്തെ ഈ സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ ഡബിൾ ചിൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാറാനൊക്കെ ആയിട്ട് നല്ലതാണ്. അത് നമ്മൾ മുകളിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ഈ സൈഡിലോട്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ആക്കാം. മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് ഇങ്ങനെ നോക്കാം. എന്നിട്ട് അങ്ങനെ ചെയ്യണം. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചിട്ടും ചെയ്യണം. പിന്നെ നമ്മളിങ്ങനെ കൊഞ്ഞനും കുത്തില്ലേ ഇങ്ങനെ അങ്ങനെ ഒരു 10-15 പ്രാവശ്യം അങ്ങനെ ചെയ്യാം. അതുമാതിരി തന്നെ ഇങ്ങനെ ഇവിടെ കൈ വെക്കുന്നുണ്ട്. ഫുൾ എയർ നമ്മുടെ വായിലിങ്ങനെ ഫില്ല് ചെയ്യണം. അങ്ങനെ ഒരു 2 മിനിറ്റ് 1 മിനിറ്റ് പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ റിലീസ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നത് നല്ലതാ. പിന്നെ നമ്മൾ ഇതിലിങ്ങനെ പുച്ഛമാവും. അതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അങ്ങനെ കുറച്ചു നേരം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നമുക്കിവിടെ കാഴ്ച കൊടുക്കും.
അതിവിടെ ഈ സ്മൈൽ ലൈൻസിന് ഇവിടെ ഇങ്ങനെ ഒരു ഇത് വരുമല്ലോ, അങ്ങനെ ഇല്ലാതിരിക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ചെയ്യാം. അതുമാതിരി നമ്മൾ നേരെ നിന്ന് കിസ് ആൻഡ് സ്മൈൽ പോസ് തന്നെ നേരെ നിന്നിട്ട് ചെയ്യാം. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ചെയ്യാം, അതൊക്കെ വളരെ നല്ലതാണ്. പിന്നെ നമ്മളിത് ഇങ്ങനെ ഈ സാധനം വെക്കുന്നത് ഇങ്ങനെ ഇവിടുത്തെ ഡബിൾ ചിന്നൊക്കെ പോകാനൊക്കെ ആയിട്ട് ഈ ഒരു മസാജ് നല്ലത്. ഇവിടുന്ന് ഇങ്ങനെ 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 ചെയ്യാം. അത് വളരെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഈ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്തൊന്ന് മസാജ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. എന്തായാലും നമ്മൾ ഈ സാധനം എന്തെങ്കിലും തയ്ക്കുമ്പോൾ അങ്ങനത്തെ ഈ മസാജുകൾ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടത്തിൽ അത് അങ്ങോട്ട് കഴിഞ്ഞോളും. 4ാമത്തെ എക്സസൈസ് നമ്മുടെ ഈ കണ്ണിൻ്റെ ഈ അടിയിൽ നിന്ന് ഈ ചീക്കിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് മുകളിലോട്ടും അവിടെ നിന്ന് നമ്മൾ നേരത്തെ ഒഴിഞ്ഞു തുടങ്ങിയ ഭാഗത്തോട്ടും അങ്ങനെ ഒഴിഞ്ഞു അങ്ങനെ ഒരു മസാജ് കൊടുത്തു കഴിഞ്ഞാൽ അതും വളരെ നല്ലത്. നമുക്കൊരു ഷേപ്പ് കിട്ടാനും അവിടുത്തെ ഫാറ്റുകളൊക്കെ ഇങ്ങനെ മാറാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പം ഇതാണ് കാലത്ത് ഞാൻ ചെയ്യാറായിട്ടുള്ള എൻ്റെ ഫേസ് മസാജുകൾ, എക്സസൈസ് സംഭവങ്ങളൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. കണ്ണിൻ്റെ ചുറ്റും ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നത് അണ്ടർ ഐൻ്റെ ഡാർക്ക്നെസ് മാറാൻ വളരെ സൂപ്പറാണ്. നിങ്ങളത് ചെയ്ത് നോക്കണേ. ഒരു 2 ആഴ്ച നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് മുഖത്ത് തന്നെ നല്ല വ്യത്യാസം തോന്നി തുടങ്ങും. ഭയങ്കര നല്ലതാണ്. കാരണം എൻ്റെ ഫ്ലാക്സീഡിൻ്റെ ജെല്ല് നല്ല രീതിയിൽ ഉണങ്ങി. ആണെങ്കിൽ നമുക്കിത് വാഷ് ഔട്ട് ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ ഫോണിൽ നോക്കലും കമ്പ്യൂട്ടറിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്യലൊക്കെ കൂടുതലായതുകൊണ്ട് ഇങ്ങനെ ഡാർക്ക് സർക്കിൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പോഴേ നോക്കിയില്ലെങ്കിൽ പണി പാടും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇപ്പോൾ ഫ്ലാക്സ് സീഡ് കുറച്ച് നാളായി. ഈ ഫേഷ്യൽ എക്സസൈസ് ഒക്കെ ഉണ്ടല്ലോ, അത് കുറച്ച് നാൾ മുന്നേ സ്റ്റാർട്ട് ചെയ്തുള്ളൂ കേട്ടോ. ഒരു 25+ ആയി കഴിഞ്ഞാൽ എല്ലാവരും ഒരു 10 മിനിറ്റ് എക്സസൈസ് ചെയ്യണേ. അപ്പം നമ്മുടെ അത് മസിലിനും നമ്മുടെ ബോഡിക്കും ഒരു സുഖം കിട്ടും. ഒരു എന്താ പറയുക, ഭയങ്കര ഫ്ലെക്സിബിലിറ്റി കിട്ടും നമ്മുടെ ബോഡിക്ക് കേട്ടോ. പിന്നെ ഒരു പരിധി വരെ ഏജിങ് ഒക്കെ തടയാനും എന്താ പറയുക, എല്ല് തേമാനം എന്ന് പറഞ്ഞ വലിയൊരു അസുഖം ഉണ്ടല്ലോ, ആ സാധനമൊക്കെ വരാതിരിക്കാനൊക്കെ വളരെ നല്ലതാണ്. അപ്പം നമ്മുടെ കഴുത്തിന് ഇപ്പം എല്ലാ വയസ്സായവർക്കും കയ്യിന്, മുട്ടിന്, മറ്റേ കഴുത്തിനൊക്കെയാണ് എല്ല് തേമാനം. അപ്പം അതിന് നമ്മൾ ഇപ്പോഴേ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിലുള്ള എക്സസൈസുകളൊക്കെ ചെയ്ത് കുറച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ കിട്ടും. പിന്നെ നമ്മൾ വീട്ടു ജോലികൾ ചെയ്യുമല്ലോ, അമിതമായിട്ട് ഈ ജോലികൾ ചെയ്താലും പ്രശ്നമാണ് ഗൈസ്. അപ്പോൾ കുറച്ച് നേരം ചെയ്യുക. അപ്പം നമുക്ക് തോന്നാം ഇപ്പോൾ വീട്ടിലത്തെ ജോലികൾ നമ്മളല്ലാണ്ട് പിന്നെ ആരും ചെയ്യുന്നു, നമ്മൾ തന്നെ ചെയ്യണം. പക്ഷെ റെസ്റ്റ് എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. കുറച്ച് നേരം കുറേ പാത്രം ഉണ്ടെന്ന് വയ്ക്കുക, കുറച്ച് പാത്രം കഴുകുക, റെസ്റ്റ് എടുക്കുക, അത് കഴിഞ്ഞിട്ട് വീണ്ടും പോയി കഴുകുക. അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനത്തെ രീതികളൊക്കെ നിങ്ങൾ നോക്കണമെങ്കിൽ നല്ലതാണ്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഈ സംഭവങ്ങൾക്ക് കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് വരാം. അപ്പോൾ വരാതെ ഈ വരുന്നത് ഒന്ന് താമസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കുകളാണ് കേട്ടോ അത്. ഇതിപ്പോൾ എക്സസൈസ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരുപാട് നമ്മുടെ പണ്ടത്തെ അമ്മമാരൊക്കെ നല്ല ചുറുചുറുക്കായിട്ട് ഓടി നടക്കുന്നത്. എൻ്റെ അമ്മ ഉണ്ടായിരുന്നു, അമ്മാമ്മ. ആള് 10-70 വയസ്സ് വരെ ഓടിച്ചാടിയിട്ടൊക്കെ പള്ളിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും ഒരു കുഴപ്പമില്ല ആൾക്ക്. ആള് അന്ന് ഭയങ്കര ആളെ നോട്ട് കമ്പനിയിലേക്കൊക്കെ ജോലിക്ക് പോയിട്ടിരുന്നത്. ഭയങ്കര ഉഷാറാണ് നടക്കാനും ഓടാനും ഒക്കെ ആയിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കാല് ഒരു 70-75 വയസ്സൊക്കെ ആയപ്പം വീണിട്ട് കാലിൻ്റെ എല്ല് പൊട്ടി. പിന്നെ അങ്ങനെ വയസ്സായി, അങ്ങനെ കുറച്ച് നാൾ കിടന്നിട്ടാണ് ആൾ മരിച്ചത്. പക്ഷെ ആൾ വീണ വരെ ആൾ ഭയങ്കര എനർജറ്റിക്കായിട്ട് ഓടി നടന്നുകൊണ്ടിരുന്നു. അപ്പം അത് ആ ഒരു കാരണം എന്ന് പറയുന്നത് അവരെപ്പോഴും ബോഡി അതൊന്നും ഓട്ട് കമ്പനി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ആയാസം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ബോഡിക്ക് നല്ലൊരു എക്സസൈസൊക്കെ കിട്ടിയിട്ട് അങ്ങനെയാണ് അവരങ്ങനെയൊക്കെ അയക്കണത്. പണ്ടത്തെ അമ്മമാരൊക്കെ അങ്ങനെയാണ്. അപ്പം നമ്മൾ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഒരുപാട് മെഷീനുകളും സംഭവങ്ങളൊക്കെ വന്ന് സുഖമാണ്. അപ്പോൾ എക്സസൈസ് ചെയ്യാൻ ബോഡിക്കൊരു എക്സസൈസ് കിട്ടുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ എടുത്തിട്ട് ചെയ്യണം. അപ്പോൾ പിന്നെ നമുക്കിങ്ങനെ കുറേ നാൾ എനർജറ്റിക് ആയിട്ടിരിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ എൻ്റെ എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പോവാണ് കേസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പർപ്പിളിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എൻ്റെ മോയ്സ്ചറൈസർ നല്ല മോയ്സ്ചറൈസറാണ്, പക്ഷെ അതിൽ നിന്നൊരു ചേഞ്ച് ഒന്ന് ചെയ്താലോ എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അങ്ങനെ എൻ്റെ കുളി കഴിഞ്ഞു. അപ്പം ഞാൻ കുറച്ച് പ്രോഡക്ട്സുകൾ ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ.
അപ്പം അത് നമുക്ക് കാട്ടി തരണം എന്ന് വിചാരിക്കുക. അപ്പം ആദ്യമായിട്ട് ഞാൻ വാങ്ങിയത് എൻ്റെ ഇതിൻ്റെ ഇത് കഴിഞ്ഞു, പ്ലമ്മിൻ്റെ ഇത് കഴിഞ്ഞു, ടോണർ കഴിഞ്ഞു. അപ്പം എനിക്ക് തോന്നി പ്ലമ്മിൻ്റെ തന്നെ ഈ റൈസ് വാട്ടറിൻ്റെ ടോണർ നല്ലതാണ്, റിവ്യൂസിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് പ്ലമ്മിൻ്റെ തന്നെ റൈസ് വാട്ടറില്ലേ, നയാസിനമൈഡ് 3% ഉള്ള ടോണർ, അത് ടൈറ്റൻ സ്പോർ ബ്രൈറ്റൻ സ്കിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതൊരെണ്ണം വാങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്ലമ്മിൻ്റെ തന്നെ നയാസിനമൈഡിൻ്റെ 10% കേട്ടോ ഒരു സിറം. ഇത് നൈറ്റും ഡേ ആൻഡ് നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സിറാണ്. പക്ഷെ മസ്റ്റ് അപ്ലൈ ഈ സൺസ്ക്രീൻ നന്നായിട്ട് മസ്റ്റായിട്ട് എന്തായാലും അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ടാൻ അടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും അക്വലോജിക്കയുടെ മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കാറ്. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ് ഈ മോയ്സ്ചറൈസർ കേട്ടോ, അക്വലോജിക്ക. നല്ല വാട്ടറിൽ ശരിക്കൊരു വെള്ളം എന്താ പറയുക, പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ സ്കിന്നിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്നൊരു ടൈപ്പാണ്. ഇതും അതേപോലെ തന്നെയാണ്. പക്ഷെ എനിക്ക് അക്വലോജിക്കയുടെ നല്ല മോയ്സ്ചറൈസർ ആണെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇട്ട് കഴിഞ്ഞാലേ ഒരു ഹൈഡ്രേഷൻ ഇത്തിരി കൂടി വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഈ ഡോക്ടർ ഷെയ്ത്തിൻ്റെ ഈ സെറാമൈഡില്ലേ, സെറാമൈഡ് ആൻഡ് വൈറ്റമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആയിരിക്കും ഒന്നുകൂടി നന്നാവും. അത് ഇത്തിരി കൂടി ഹൈഡ്രേറ്റഡ് ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യും. ഇത് നമുക്ക് ജസ്റ്റ് കണ്ടോ, ഇത് ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അബ്സോർബായി പൊക്കോളും. പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഹൈഡ്രേഷൻ ഇല്ലാത്ത പോലെ തോന്നും. അത് എൻ്റെ നോർമൽ ടു കോമ്പിനേഷനാണ് എൻ്റെ സ്കിന്ന് വരുന്നത്. പക്ഷെ നമുക്കിത് കുറച്ച് നേരം കഴിഞ്ഞ് ഫേസിലിട്ട് കഴിഞ്ഞാൽ ഒന്നും ഇടാത്ത പോലത്തെ ഒരു ഫീലിംഗ് ആ മുഖത്ത്. പക്ഷെ ഈ ഡോക്ടർ ഷെയ്ത്തിന് ഞാനിപ്പോൾ ഇട്ടിട്ട് കാട്ടിത്തരാം. അപ്പോൾ മുഖത്ത് ഒരു ഹൈഡ്രേഷൻ നമുക്കുള്ളത് പോലെ നമുക്കിത് ഫീൽ ചെയ്യും കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു വ്യത്യാസം തോന്നി. പക്ഷെ ഇതും നല്ലത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഓയിൽ മറ്റേ സ്കിൻകാർക്കൊക്കെ ഓയിലി സ്കിൻകാർക്കൊക്കെ ഭയങ്കര നല്ലതായിരിക്കും. നോർമൽ സ്കിൻകാർക്ക് ഇച്ചിരി കൂടിയും ഒരു ഹൈഡ്രേഷൻ കൂടുതൽ കിട്ടുന്ന മോയ്സ്ചറൈസർ ആയിരിക്കും നന്നാവാന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. പക്ഷെ ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തതാണ്, എനിക്കിപ്പോഴും യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. ഞാൻ ഒന്നുകൂടി മാറ്റിയൊന്ന് ചിന്തിക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റിയൊന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഇതൊക്കെ വാങ്ങിയപ്പോൾ നമുക്ക് വിഷമം ഉണ്ടാന്ന് വിചാരിച്ചിട്ട് പ്ലമ്മുകാർ ഒരു ഷാമ്പു എത്ര ml അത് അതിൽ കൊടുത്തത് എവിടെയാണോ അത് നോക്കിയിട്ട് കാണാല്, കുഞ്ഞൊരു സാധനം കണ്ട ഇതിനൊരു ഷാമ്പു തന്നിട്ടുണ്ട്. ഇത് എപ്പോഴും യൂസ് ചെയ്യണമെന്ന് വിചാരിക്കും, എപ്പോഴും ഞാൻ മറന്നു പോട്ടെ, അത് യൂസ് ചെയ്തിട്ടില്ല. ഇത്തരം പ്രോഡക്ട്സുകളാണ് ഞാൻ വാങ്ങിയേക്കുന്നത് പർപ്പിളിൽ നിന്ന്. വലിയ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുകളാണ്, കുഴപ്പമൊന്നുമില്ല, ഭയങ്കര വലിയ റേറ്റ് ഒന്നുമില്ല, സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന സംഭവങ്ങളാണ് കേട്ടോ. അപ്പം അറിയാലോ, നമ്മളിങ്ങനെ ഫസ്റ്റത്തെ നമ്മൾ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്ത് വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് പാഡ് ഡ്രൈ ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ അടിക്കാം. വായിലേക്ക് കുറച്ച് പോയി, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടുണ്ട് ഗുണം. കാരണം നല്ല ബ്ലഡ് സർക്കുലേഷൻ വരും ചെയ്യും, പെട്ടെന്ന് ഇത് അബ്സോർബായി പോവുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാം, നമ്മളിപ്പോൾ ടോണർ യൂസ് ചെയ്തു, അപ്പോൾ തന്നെ സിറം അപ്ലൈ ചെയ്തു, അപ്പോൾ തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു, അപ്പോൾ തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു, അങ്ങനെ ഒരിക്കലും ചെയ്യല്ല കേട്ടോ. ഒത്തിരി സമയം കൊടുക്കുക, 1 മിനിറ്റെങ്കിലും നമ്മൾ ഒരു ഗ്യാപ്പിൽ നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. എൻ്റെ സൺസ്ക്രീൻ അക്വലോജിക്കയുടെ തന്നെയാണ് കേട്ടോ. അതിൽ നിന്ന് ഞാൻ മാറ്റാനായിട്ട് ഇതേവരെ മാറ്റിയിട്ടില്ല. പക്ഷെ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് മോയ്സ്ചറൈസർ ഏത് ഉപയോഗിക്കുന്നത്, അപ്പോൾ ഒരേ കമ്പനിയുടെ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാനിങ്ങനെ റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ ഡോക്ടർ ഷെയ്ത്തിൻ്റെ വൈറ്റമിൻ സി, ഇതിൻ്റെ സെയിം വൈറ്റമിൻ സി സെറാമൈഡിൻ്റെ തന്നെ സൺസ്ക്രീമുണ്ട്. അപ്പം ഒരു യെല്ലോ ബോക്സിൽ വരുന്നത് അത് നല്ലതാണെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ പതുക്കെ എൻ്റെ ഈ അക്വലോജിക്കയുടെ സൺസ്ക്രീൻ കഴിഞ്ഞതിന് ശേഷം അതൊന്ന് യൂസ് ചെയ്ത് നോക്കണമെന്നുണ്ട്. അതൊന്ന് യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാട്ടാ. അത് ചെയ്തു. അപ്പോൾ വേണ്ട മറ്റേ പ്ലമ്മിൻ്റെ ആ പിങ്ക് കളറുള്ള ബോട്ടിലുള്ള ടോണർ യൂസ് ചെയ്യുന്നതിനേക്കാളും ഒന്നും കൂടി ഇച്ചിരി കൂടി മാറ്റം തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് ഈ ടോണർ യൂസ് ചെയ്യുമ്പം. സിറം അപ്പോൾ ശരിക്കും നല്ലതാണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ.
സാധാരണ സിറമൊക്കെ ഒരു വാട്ടർ കൺസിസ്റ്റൻസി, ഒരു ശരിക്കും വെള്ളം ഒഴിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാറ്. പക്ഷേ ഈ പ്ലമ്മിൻ്റെ ഈ നയാസിനമൈഡ് സിറം ഒരു എന്താ പറയുക, ഒരു കഞ്ഞിവെള്ളം, കട്ട പിടിച്ച കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു ടെക്സ്ചറാണ് കേട്ടോ. പക്ഷേ ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് വളരെ നല്ലൊരു അഭിപ്രായമാണ്. നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഹൈഡ്രേഷനും ഒരു ഗ്ലോയും ഒക്കെ നമുക്ക് തരുന്നുണ്ട് കേട്ടോ ഈ സിറം. ഞാൻ ഒരുപാട് സിറം യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് വൈറ്റമിൻ സി ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ഓയിലി ആവണ പോലെ എനിക്കൊരു ഫീൽ ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ നയാസിനമൈഡ് സിറത്തിലേക്ക് മാറിയത്. അപ്പോൾ എൻ്റെ സ്കിന്നിന് നയാസിനമൈഡ് സിറമാണ് സ്യൂട്ടാവാണെന്നാണ് ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ എനിക്കറിയാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഈ നയാസിനമൈഡ് സിറം ഒന്ന് ഉപയോഗിച്ച് നോക്കുകയാണ്. എനിക്ക് 2-3 ദിവസം ഞാൻ ഉപയോഗിച്ചു, നിങ്ങളോട് ഇത് പറയണേക്കാളും മുന്നേ. പക്ഷേ നല്ലൊരു അഭിപ്രായമാണ്, നല്ല സിറാണ് കേട്ടോ. സിറം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹാർഡായിട്ട് നമ്മൾ മസാജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് അങ്ങനെ അത് ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ അത് അബ്സോർബായി പൊക്കോളും. ഇനി നെക്സ്റ്റ് ആണ് മോയ്സ്ചറൈസർ. ഇവിടെ നിന്നാണ് പൊട്ടിക്കണ്ടേ, മണ്ടത്തി ഞാൻ ബാക്കിൽ നിന്ന് പൊട്ടിച്ചു. ഇതിൻ്റെ ഞാൻ കൺസിസ്റ്റൻസി കാട്ടിയാറേ. വാട്ടർ ഭയങ്കര നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസിയാണ്. ഇത്രയേ വേണ്ടു. ഭയങ്കര ജസ്റ്റ് ഇവിടെ ഉണ്ടാക്കിയ എന്ത് തയ്ക്കുമ്പോഴും നമ്മൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യണം. ഞാൻ സിറം തയ്ച്ചപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ മറന്നു പോയതാ. നമ്മൾ എന്ത് തയ്ക്കുമ്പോഴും നമ്മുടെ ഈ കഴുത്തിന് വിട്ട് കളയല്ലേ, നമ്മൾ തയ്ച്ചു കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ഇനി 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. കണ്ട അക്ലോജിക്കാർ തന്നെയാണ്. സോറി, കാണുന്നുണ്ട് നിങ്ങൾക്ക്, ക്ലിയർ അല്ലേ? 50+ ആണ്. 50+++. അറിയാലോ അല്ലേ അക്ലോജിക്കിനെ പറ്റിയിട്ട്. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ യൂസ് ചെയ്യാനായിട്ടുള്ള സൺസ്ക്രീമാണ് ഗ്ലോ പ്ലസ് ഡ്യൂയി സൺസ്ക്രീനാണ്. പപ്പായ വൈറ്റമിൻ സി ആണ്. വാട്ടർ ലോക്ക് ടെക്നോളജി ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നല്ല എൻ്റെ ഇപ്പോൾ കഴിയാറായി തുടങ്ങി. എപ്പോഴും നമ്മൾ സൺസ്ക്രീൻ എപ്പോഴും സൺസ്ക്രീൻ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ എടുക്കണേ. ജസ്റ്റ് ഇങ്ങനെ 2 ഫിംഗറിൽ ഇങ്ങനെ വേണം നമ്മളിങ്ങനെ യൂസ് ചെയ്യണം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ യൂസ് ചെയ്യുക. വൈകുന്നേരം ഉറങ്ങാൻ പോകുമ്പോൾ മാത്രം നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട. ബാക്കി ഒരു 4 മണിക്കാണ് നിങ്ങളിപ്പം സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞിട്ട്, ഇപ്പോൾ കാലത്ത് സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യും. ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ ഫേസ് പാക്ക് ഒക്കെ ഇടുമല്ലോ, അത് നൈറ്റ് ടൈമിൽ ഫേസ് പാക്ക് ഒക്കെ ഇടുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം എന്ന് പറയാറുള്ളൂ. പക്ഷേ മോയ്സ്ചറൈസറും പ്ലസ് ഈ സൺസ്ക്രീനും കൂടി അപ്ലൈ ചെയ്യണം. കാരണം ഫോണിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെളിച്ചം, ബ്ലൂ ലൈറ്റ്, അതൊക്കെ നമ്മുടെ സ്കിന്നിന് ഭയങ്കര പൊട്ടയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ഉറങ്ങാൻ പോവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് ആവശ്യമില്ല. കണ്ടോ, ജസ്റ്റ് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഹൈഡ്രേറ്റഡായി സൂപ്പറായി. നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്റ്റ് വെച്ചിട്ട് ചെയ്യാനായിട്ടുള്ളത്. ഇനി എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു സൂപ്പർ ഫേസ് പാക്ക്, എൻ്റെ ദൈവമേ ഞാൻ പോയിട്ട് നാട്ടിലിറങ്ങേണ്ട സാഹചര്യമൊക്കെ വന്നു. അപ്പം ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് ടാൻ എന്ന് പറഞ്ഞാൽ എന്നെ നേരിട്ട് കണ്ടിട്ടുള്ളവർ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ഈ മുഖത്തൊക്കെ ആകെ ടാൻ അടിച്ചുല്ലോ, ആകെ കറുത്തല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു വിഷമം വരില്ല. ദൈവമേ, നമ്മൾ സ്കിന്നിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ടാൻ അടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അപ്പം ഞാനൊരു സൂപ്പർ ഒരു ഫേസ് പാക്ക് കേട്ടോ, നമ്മുടെ പ്രിയങ്ക ചോപ്രയുടെ ഒരു ഫേസ് പാക്കില്ലേ, അത് ഞാൻ അപ്ലൈ ചെയ്തു. ശരിക്കും ഞെട്ടിപ്പോയിട്ടാ. ഒരൊറ്റ യൂസിൽ നല്ല റിസൾട്ടായിരുന്നു. ഞാൻ കാട്ടിത്തരാം കേട്ടോ. അത് എനിക്ക് കുറച്ച് പണികളുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് കാട്ടിത്തരാം. അപ്പം നമുക്ക് ഫേസ് പാക്കൊക്കെ ഇടാം. അത് തയ്യാറാക്കണേക്കാൾ മുന്നേ ആദ്യത്തെ ഒരു സ്റ്റെപ്പ്, നമ്മുടെ അഴകാർന്ന കൂന്തലൊന്ന് കെട്ടി വെക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ മുടിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് നെറ്റിയുടെ അവിടേക്ക് വീണ് കിടക്കുന്ന മുടിയൊക്കെ എന്തെങ്കിലും സ്ലൈഡ് വെച്ചോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങളത് കെട്ടി ഒതുക്കി വെക്കണേ. അല്ലെങ്കിൽ ഇതിലായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോകണമെങ്കിൽ ഭയങ്കര പാടാണ്. മുടികെട്ടിൽ കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ഫേസ് വാഷ് ചെയ്യാന്നുള്ളത്. നിങ്ങളുടെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഫേസ് വാഷ് വെച്ചിട്ട് നിങ്ങളത് ഫേസൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്ത്
മുഖത്തെ അഴുക്കുകളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. ചിലരൊക്കെ ഉണ്ട് ഇങ്ങനെ ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ വെറുതെ ജസ്റ്റ് ഒന്ന് മുഖം കഴുകിയിട്ട്, ചിലർ മുഖം കഴുകാണ്ട് ഇടുന്നവരുണ്ട്. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. മുഖത്തെ അഴുക്കൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഏതെങ്കിലും ഫേസ് പാക്ക് ഇടുകയാണെങ്കിൽ ഇടാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ട് ഇങ്ങനെ 2 ആഴ്ചയിൽ കൂടുതലായി സ്ക്രബ് ചെയ്തിട്ടുള്ളവർ സ്ക്രബൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞിട്ടൊന്ന് ആവി പിടിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിന് മുഖത്തെ സുഷിരങ്ങളൊക്കെ ഒന്ന് തുറക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫേസ് പാക്ക് ഇടേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ 2 ആഴ്ച മുന്നേ എൻ്റെ സ്ക്രബിങ്ങൊക്കെ കഴിഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ ഫേസിൽ തുടയ്ക്കാനൊക്കെ ആയിട്ട് എപ്പോഴും ഒരു ടവല് വയ്ക്കുക. നമ്മൾ സാധാരണ തല തുടയ്ക്കുന്ന തോർത്തോ നമ്മൾ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന തോർത്തൊക്കെ നമ്മുടെ മുഖത്ത് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് വേണ്ടി ഒരു കുഞ്ഞു ടവലോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റി വയ്ക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ കുരുക്കളൊക്കെ ഒരു വിധം വരാതിരിക്കാൻ നമ്മളത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഫേസ് പാക്കൊക്കെ തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഒരു ടവലിലേക്കാണ് വെച്ചേക്കുന്നത് കേട്ടോ. വെറും അലങ്കാരത്തിന് വേണ്ടി മാത്രം ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടലമാവാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് നല്ല പുളിയുള്ള തൈര്. ഞാനത് വീട്ടിലുണ്ടാക്കിയ തൈരാണ്. അങ്ങനെയുള്ള തൈരാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്ന തൈരിനേക്കാളും നല്ലത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈരാണല്ലോ. അങ്ങനെ ഞാനൊരു ടീസ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതായിട്ട് വേണ്ടതാണ് പാല്. അത് 1 ടീസ്പൂൺ പാലും കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തൊന്ന് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി 1-2 ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ചേർക്കാനായിട്ടുണ്ട്. ഇതിൽ ഒരു ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ കയ്യിലുണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് കേട്ടോ, ചന്ദന പൗഡർ. അപ്പോൾ അത് നമ്മൾ ആലിസ് ഗുഡ്നസിൻ്റെ ചന്ദന പൗഡറൊക്കെ നമുക്ക് പർപ്പിളിൽ വാങ്ങാൻ കിട്ടും. 99-90 രൂപയോ അങ്ങോട്ട് ഉള്ള ചന്ദന പൗഡറിന്. പക്ഷേ എന്ത് പാക്ക് ഇടുമ്പോഴും നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ടെസ്റ്റ് ചെയ്തിട്ട്, ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളത് ഉപയോഗിക്കുക. ചിലർക്ക് കുരു വരും, ചിലർക്ക് കുരു വരില്ല. എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടതാണ് മുൾട്ടാനി മിട്ടി കേട്ടോ. മുൾട്ടാനി മിട്ടിയും കൂടി നന്നായിട്ട് 1 ടീസ്പൂൺ നിറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സാക്കി എടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ഡ്രൈനെസ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് പാലോ തൈരോ എന്തെങ്കിലും ഒഴിച്ചിട്ട് അതൊന്ന് ആ കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് നിങ്ങൾക്ക് ആക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ എന്തായാലും മസ്റ്റായിട്ട് ചേർക്കേണ്ട ഒന്നാണ് ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാനൊക്കെ ആയിട്ട് ഒരു ഹാഫ് ലെമൺ അത് നമ്മളത് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്തായാലും മിക്സ് ചെയ്യുമ്പം ഒരു ഡ്രൈനെസ് എന്തായാലും തോന്നും. എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പാലോ തൈരോ ഒഴിച്ചിട്ട് നിങ്ങൾക്കത് കൺസിസ്റ്റൻസി കറക്റ്റാക്കി എടുക്കാം. ഒരുപാട് ഹാർഡായിട്ടുള്ള കൺസിസ്റ്റൻസി ഒരിക്കലും നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യരുത്. അധികം ലൂസും വേണ്ട, അധികം കട്ടിയും വേണ്ട. അങ്ങനത്തെ ഒരു പാകത്തിന് നമ്മളത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ വേറെ ഒന്നുമില്ല, മുഖത്ത് അപ്ലൈ ചെയ്യുക. ഉണങ്ങണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഭയങ്കരമായിട്ട് ഡ്രൈ ആവാതിരിക്കാനും ശ്രദ്ധിക്കുക. കുറച്ച് നനവനുള്ളപ്പോൾ അത് കഴുകി കളയുക. ഇതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞ് ഇൻഗ്രീഡിയൻറ്റ് ഞാൻ വിട്ടുപോയിട്ടാണ്. അതാണ് മഞ്ഞൾപ്പൊടി. അപ്പോൾ കസ്തൂരി മഞ്ഞൾപ്പൊടി ആണെങ്കിൽ ഏറ്റവും നല്ലത്. പച്ചമഞ്ഞളാണ് എൻ്റെ കയ്യിൽ ഉണ്ടായുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പച്ചമഞ്ഞൾ ഇട്ടത്. കസ്തൂരി മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ വൈൽഡ് ടർമറിക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൺസിസ്റ്റൻസിൽ ഭയങ്കര ടൈറ്റായിരുന്നു എന്ന്. അതുകൊണ്ട് ഞാൻ തൈര് ഒഴിച്ചിട്ടാണ് ലൂസാക്കി എടുക്കുന്നത് കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തും. കറക്റ്റ് ഈ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മുഖത്ത് തേക്കേണ്ടത്. അങ്ങനെ തേച്ചിട്ടാണ് കാര്യമുള്ളൂ കേട്ടോ. മഞ്ഞൾ അലർജി ഉള്ളവർക്ക്, പച്ചമഞ്ഞൾ അലർജി ഉള്ളവർക്ക് കസ്തൂരി മഞ്ഞളോ വൈൽഡ് ടർമറിക്കോ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ പച്ചമഞ്ഞളാണ് യൂസ് ചെയ്തിരിക്കണേ. വൈൽഡ് ടർമറിക് ആയാലും ഒരു വിഷയമില്ല. ശരിക്കും എക്സ്ഫോലിയേറ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഏത് പാക്കിടാണെങ്കിലും നമ്മുടെ ഈ കഴുത്തിലും കൂടി കേട്ടോ, കഴുത്തിൽ ഒന്ന് അപ്ലൈ ചെയ്യണം. പിന്നെ നാരങ്ങ നീരൊക്കെ ഉള്ളതൊക്കെ ആണെങ്കിൽ ഈ കണ്ണിൻ്റെ അടിയിലുണ്ടല്ലോ, അത് ഡയറക്റ്റ് ഒന്നും ആവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് നമുക്ക് കയ്യിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഭയങ്കര നല്ല റിസൾട്ടായിരിക്കും കേട്ടോ. ഇതിൽ നമുക്ക് ഒരുവിധം എല്ലാ കാര്യങ്ങളും നമുക്ക് അഫോർഡബിൾ ആണ്. പക്ഷേ ഇതിൽ ഒരെണ്ണം മാത്രം ചന്ദന പൗഡർ, അത് ആലിസ് ഗുഡ്നസിൽ നിന്ന് നമുക്ക് വാങ്ങിയാൽ മതി. ഒരു 92 രൂപയ്ക്കേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കട്ടെ ഇന്നത്തെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ. പക്ഷേ അതും കൂടി മസ്റ്റായിട്ട് നിങ്ങൾ ആഡ് ചെയ്യണേ. അതൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു ഇൻഗ്രീഡിയൻ്റാണ്. പക്ഷേ ഭയങ്കര ഒരു മിറാക്കിൾ ചേഞ്ച് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ. പിന്നെ ഇത് ഭയങ്കര നല്ല ഡ്രൈ ഒന്നും വേണ്ട. പക്ഷെ ഒന്ന് ഉണങ്ങി വരുമ്പോൾ ഒരു 15-20 മിനിറ്റ് എടുക്കുമെന്ന് തോന്നുന്നു. അതിൻ്റെ അത്രയും അതിനേക്കാൾ കൂടുതൽ എന്തായാലും വെക്കണ്ട കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് കാണാം.
കണ്ടോ എൻ്റെ മുഖം നല്ല വണ്ണം ഉണങ്ങിയിട്ടുണ്ട്, എന്നാൽ ഭയങ്കര ഡ്രൈയും അല്ല, കവിളിൻ്റെ അവിടെ ഇത്തിരി നനവൊക്കെ ഉണ്ട്. എന്നിട്ട് നമുക്ക് ഒന്ന് വാഷ് ഔട്ട് ചെയ്തെടുക്കണം. ഈ പാക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുകി കളഞ്ഞപ്പോൾ തന്നെ നല്ല വെളുത്തിട്ട് പാറുന്നൊന്നും ഞാൻ പറയണില്ല. ഒരു ഭയങ്കര ഒരു ഗ്ലോ വരും. നമ്മുടെ ആ ഒരു ഡാർക്കായിട്ടിരിക്കുന്ന മുഖത്ത് ഒരു തെളിച്ചം വന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അത് ഏത് പാക്കായാലും അങ്ങനെ തന്നെ. ഇപ്പോൾ ചില പാക്കുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് വരും, കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഫെയ്ഡായി പോകുന്നതാണെന്ന് തോന്നും. പക്ഷേ ഏത് പാക്കായാലും ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ് പോവാതെ തന്നെ നിൽക്കും. ഇതിപ്പോൾ നമ്മൾ കുറച്ച് നാൾ തയ്ച്ചു, വലിയ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ പഴയ രീതിയിൽ എങ്ങനെയാണ് അങ്ങനെ തന്നെ തിരിച്ചു പോകും. അപ്പം പാക്കിനെ കുറ്റം പറയരുത്, നമ്മൾ ചെയ്യണം. അത് ആഴ്ചയിൽ 3 ദിവസമെങ്കിലും അത് ചെയ്യണം, എന്നാലാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഏത് പാക്കായാലും പതുക്കെ തന്നെയാണ് റിസൾട്ട് കിട്ടുള്ളൂ. അത് നമ്മൾ നാച്ചുറൽ റെമഡീസൊക്കെ ആകുമ്പോൾ. അല്ലെങ്കിൽ പിന്നെ ഈ ഗ്ലൂട്ടാത്തയനും IV സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെട്ടെന്നൊരു സഡൻ ഡ്രാസ്റ്റിക് ചേഞ്ച് വരും. കണ്ടാ, എനിക്ക് നല്ലൊരു മാറ്റം തോന്നുന്നുണ്ട്. ഇത് ചുണ്ടിൻ്റെ ചുറ്റുള്ള ഡിസ്കളറേഷൻ, എനിക്കതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പാക്കല്ല, മുന്നേ ഞാൻ കുറേ എനിക്ക് കോഫിയുടെ പാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം എല്ലാത്തിനും ഞാൻ ഈ കോഫി പൗഡർ ഇട്ടിട്ട് ചെയ്യായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു പാക്കാണിത്. പിന്നെ ആൻറ്റി ഏജിങ്ങിന് നല്ലതാണ്. അതേപോലെ തന്നെ എന്താ പറയുക, ടാൻ പോവാൻ, നമ്മുടെ ഡിസ്കളറേഷൻ പോവാൻ ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം എനിക്ക് നിങ്ങൾക്ക്, നമ്മളിപ്പോൾ എല്ലാവരും ജോലി ചെയ്ത് എല്ലാതും കൂടി ഒക്കെ ചെയ്യണം, ഒക്കെ ശരിയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫോണും കൂടി നമ്മളമ്മമാർ കുറച്ച് സമയം ഒരു 15 മിനിറ്റിനകം സ്കിൻ കെയറിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്താൽ നല്ലതാണ്. ഇപ്പം നിങ്ങൾക്ക് തോന്നും ഈ ലൈറ്റിൻ്റെ അത് ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കാട്ടിത്തരാം. അല്ല, എനിക്ക് നല്ലൊരു ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ടപ്പോൾ എനിക്ക് നല്ലൊരു മാറ്റം തോന്നുന്നുണ്ടേ. നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറ, നിങ്ങൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. നല്ല കിടുക്കച്ച ഐറ്റമാണ് ഗൈസ്. അപ്പോൾ ഇനി മസ്റ്റായിട്ട് നമ്മൾ ഏത് ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാലും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ അപ്ലൈ ചെയ്യണം മസ്റ്റായിട്ട് കേട്ടോ. ഞാൻ നാട്ടിൽ കഴിഞ്ഞ ആഴ്ച ഊട്ടിയെ പോയി വന്നിട്ടൊക്കെ ഡിസ്കളറേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാനിങ് ഒക്കെ ആയിട്ട് ഭയങ്കര കറുത്ത് പോയായിരുന്നു. ഇപ്പം ഞാൻ വീണ്ടെടുത്തു. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നല്ല അടിപൊളി ഡെയിലി വ്ളോഗ്സ് ആയിട്ട് ഞാൻ വരാം. ടാറ്റാ. ഇനി എനിക്ക് ശ്രുതിനെ കൊണ്ടുവരാൻ വേണ്ടി പോകണം. അപ്പം നമുക്കിനി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ വരെ പോകണം. അതെ, അവൾ വിളിച്ചോണ്ടിരിക്കുന്നു.